നമസ്കാരം, ഞാൻ ടിൻഡു തോമസ്. ഇന്ന് നമുക്ക് ട്രഡീഷണൽ കണ്ടംപററി സ്റ്റൈലിലുള്ള കുറച്ച് ഫ്ലോറിങ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമ്മളൊരു വീട് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ പ്രൊജക്റ്റ്, വില്ല പ്രൊജക്റ്റ്, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അത് കണ്ടംപററി സ്റ്റൈലിൽ വേണോ ട്രഡീഷണൽ സ്റ്റൈലിൽ വേണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. വീട് വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് വൈഫും കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ അത് കണ്ടംപററി സ്റ്റൈലിലാണോ ഇനിയിപ്പം ട്രഡീഷണൽ സ്റ്റൈലിലാണോ എന്നൊക്കെ നമുക്കൊരു ഡിസ്കസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പം ഒരു മലയാള തനിമയുള്ള അങ്ങനത്തെ ഒരു വീടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഒരു ട്രഡീഷണൽ രീതികളിലേക്കായിരിക്കും പോവുക. അപ്പോൾ നമുക്ക് ഇന്ന് കൂടുതലായിട്ട് ഈ വീഡിയോയിൽ ട്രഡീഷണൽ രീതികളിലുള്ള കുറച്ച് ഫ്ലോറിങ്സിനെ കുറിച്ചും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മലയാള തനിമയുള്ള ഒരു വീട് വയ്ക്കണം, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്റ്റീരിയർ മാത്രം മലയാള തനിമയിൽ ഇപ്പോൾ ഒരു ഗോപുരത്തിൻ്റെ സ്റ്റൈലിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ വരിക്കാശ്ശേരി മന പോലത്തെ അങ്ങനത്തെയുള്ള ഒരു നാലുകെട്ട് അങ്ങനത്തെ ഒരു സ്റ്റൈലിലുള്ള ഒരു വീട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ പുറംഭാഗം മാത്രം അങ്ങനെ ഇരുന്നാൽ പോരാ. ഉറപ്പായിട്ടും നമ്മൾ അതിൻ്റെ ഇൻറ്റീരിയറും ഫ്ലോറിങ്സും ഒക്കെ നമുക്ക് ആ സ്റ്റൈലിൽ നമുക്ക് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ടൈപ്പിലുള്ള മെറ്റീരിയൽസ് ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നിലനിൽക്കാം. നമ്മളിപ്പോൾ മണിച്ചിത്രത്താഴ് മൂവി കണ്ടവരാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. അതിൻ്റെ അകത്ത് അത് തൃപ്പൂണിത്തുറയിലുള്ള ഹിൽ പാലസ് എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ. അപ്പോൾ അതിൻ്റെ ഫ്ലോറിങ്സിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടൈൽസ് പണ്ടത്തെ ആത്തക്കുടി ടൈൽസ് ആണ്. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ടൈൽസ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നല്ല ഭംഗിയുള്ള പ്രിന്റഡ് ടൈൽസ്. അതിപ്പോൾ നമ്മൾ വീട് വെക്കാൻ പോകുന്നവരാണെങ്കിലേ അത് ശ്രദ്ധിക്കുകയുള്ളൂ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ മോഡൽ ടൈൽസ് നമുക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ബട്ട് ആ മോഡലിലുള്ള ടൈൽസ് നമ്മൾക്കിപ്പോൾ വളരെ കുറഞ്ഞ റേഞ്ചിലും കിട്ടും. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സെറാമിക് ടൈൽസിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്കിപ്പം ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ സ്റ്റൈൽ, ആ ഒരു ഫീല് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ പ്രിന്റഡ് ടൈൽസ് വേണ്ട, ബട്ട് നമുക്ക് നല്ല കൂളിംഗ് വേണം എന്നാൽ ഇപ്പോൾ നമ്മുടെ മണിച്ചിത്രത്താഴ് മൂവി തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലൈമാക്സിൽ വരുന്ന ഒരു കൊട്ടാരമാണ് പത്മനാഭപുരം, തക്കലയിലുള്ള കന്യാകുമാരി ജില്ലയിലുള്ള ഒരു കൊട്ടാരം. അപ്പോൾ അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അവിടെ യൂസ് ചെയ്തിരിക്കുന്ന അവിടുത്തെ, അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഇനി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ ഫ്ലോറിങ്സ് വരുന്നത് ഭയങ്കര കൂളിംഗ് ഉള്ള ഒരു ഫ്ലോറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഈ പറയുന്ന പോലത്തെ പണ്ട് ചാരം, കരി, ലൈം സ്റ്റോൺസ് പൊടിച്ചത്, എന്തിനും നമ്മുടെ ഈ സുഗന്ധവ്യഞ്ജനങ്ങളുടെ നീര് വരെ ഉപയോഗിച്ചിട്ടാണ് ആ മിശ്രിതം തയ്യാറാക്കിയിട്ട് അങ്ങനത്തെ ഒരു ഫ്ലോറിംഗ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ചവിട്ടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കൂളിംഗ് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലൊക്കെ നമുക്ക് നമ്മുടെ വീടിൻ്റെ അകത്ത് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾക്കിപ്പം കോട്ട സ്റ്റോൺ പോലത്തുള്ള കോട്ട സ്റ്റോണുകളൊക്കെ എടുത്തിട്ട് നമുക്ക് പോളിഷ് ചെയ്ത് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റും. അത് 2x2 സൈസിലൊക്കെ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഏത് സൈസ് പറഞ്ഞാലും അതിൽ കട്ട് ചെയ്ത് നമുക്ക് സ്റ്റോൺസ് ഒക്കെ ലഭ്യമാണ്. അപ്പോൾ അതെടുത്ത് പോളിഷ് ചെയ്ത് നമ്മൾ ഇടുക. പല കളറിലും ഈ പറയുന്ന പോലെ ഇപ്പോൾ ജയ്സാൽമർ കളറിൽ നമുക്ക് കിട്ടും. പിന്നെ കോട്ട സ്റ്റോണിൻ്റെ ഗ്രീനിഷ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു സ്റ്റോൺസ് നമ്മൾ പോളിഷ് ചെയ്ത് വീടിൻ്റെ അകത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും കൂളിങ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കിട്ടും. പക്ഷെ കുറേ കാലം കഴിയുമ്പോൾ ഇതിന് പോളിഷിങ് അങ്ങ് പോകും. നോർമൽ പോളിഷിങ് ഉണ്ട്, മിറർ പോളിഷിങ് ഉണ്ട്, ഇങ്ങനെ പല ടൈപ്പിലുള്ള പോളിഷിങ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കുറേ കാലം നീണ്ടു നിൽക്കില്ല. കാരണം കല്ലാണല്ലോ, നമ്മളിത് പോളിഷ് ചെയ്ത് എത്ര നാൾ ഉപയോഗിച്ചാലും കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ റെഫ്യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇത് എന്ത് ചെയ്യും, പോളിഷിങ് പോകും. അപ്പോൾ പിന്നീട് നമ്മളിത് എത്ര എക്സ്പെൻസീവ് ആണോ എന്നാലും നമ്മളിത് ചെയ്യും. കാരണം നമ്മളിത് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ഫ്ലോറിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് ഈ സെയിം ഫിനിഷിലുള്ള ഈ കോട്ട സ്റ്റോണിൻ്റെ ഒക്കെ കളറിലുള്ള വിട്രിഫൈഡ് ടൈൽസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതെടുത്ത് ടൈൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വാദം പോലുള്ള അസുഖങ്ങളുള്ളവർക്കും അത് നമുക്ക് നടക്കാൻ പറ്റും. സ്റ്റോൺസ് ഒക്കെ നമ്മളിപ്പം പോളിഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ തണുപ്പ് കൂടുതലായിരിക്കും. അപ്പം വാദമൊക്കെ ഉള്ളവർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സെയിം കളറിലുള്ള ടൈൽ എടുത്തിട്ട്, വിട്രിഫൈഡ് ടൈൽസ് എടുത്തിട്ട് നമ്മൾ ഇടുക, ആ ഒരു നാച്ചുറൽ ഫീലിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. മൊറോക്കൻ ടൈൽസ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. മൊറോക്കൻ ടൈൽസ് തന്നെ ഇപ്പോൾ ഏത് റേഞ്ചിൽ വേണമെങ്കിലും നമ്മൾക്ക് കിട്ടും. അത് നമുക്ക് ബാത്റൂമിൻ്റെ ബാത്റൂംസിൻ്റെ അകത്ത് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. പിന്നെ ലിവിങ്, ഡൈനിങ്, ആ പറഞ്ഞ പോലെ നമുക്ക് ബോർഡർ ചെയ്യാനും ഹൈലൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ കിച്ചൻ്റെ വോളിലേക്ക് കൊടുക്കാൻ പറ്റും, വാഷ് ബേസിൻ്റെ വോൾസിലേക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ പ്രിന്റഡ് മൊറോക്കൻ ടൈൽസ് നമുക്ക് പല ഏരിയകളിൽ യൂസ് ചെയ്യാം. അതിപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത്രയും ഒരു എന്താ പറയുക ട്രഡീഷണൽ ലുക്കിൽ നിങ്ങളൊരു വീടോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ഇൻറ്റീരിയർ ഡിസൈനർ ഉറപ്പായിട്ടും ഉണ്ടാകും. പിന്നെ അപ്പോൾ അവരെ കൊണ്ട് തന്നെ 3D ചെയ്യിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരെ കൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്യിപ്പിക്കുമ്പോഴൊക്കെ ആ ഒരു രീതിയിൽ 2-3 തവണയൊക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് വേണം ഈ ഒരു ട്രഡീഷണൽ ഫ്ലോറിങ് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ കണ്ടംപററി വീടിൻ്റെ കുറച്ച് ഫ്ലോറിങ്സിൻ്റെ ഡിസൈനുമായിട്ട് അടുത്ത സെഗ്മെൻറ്റിൽ കാണാം.